അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബാങ്കിങ് ടേംസ് ആണ്. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ വായ്പാ നയം എന്ന മലയാളത്തിൽ പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്നത് കുറച്ചു കാലം മുമ്പ് വരെ പൂർണ്ണമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം MPC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന സംവിധാനം 6 മെമ്പേഴ്സ് ചേർന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് 3 പേരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് 3 പേരും ചേർന്ന അങ്ങനെ ടോട്ടൽ 6 പേർ. ഈ 6 പേരുള്ള ഈ കമ്മിറ്റി മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് RBIയുടെ ഗവർണറാണ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ നയം ഇന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വായ്പാ നയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി തീരുമാനിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ഈ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ CPI ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം വരെ WPI ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആയിരുന്നു നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ബേസ്. ഇതിപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ നയത്തിൻ്റെ അടിസ്ഥാനം കുറച്ചുകൂടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലേഷനായ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷനാണ്. ഇനി നമ്മൾക്ക് മോണിറ്ററി പോളിസിയിലെ ടേംസിലേക്ക് പോകാം. മെയിനായിട്ടും റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ SLR, ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF. ഇത്രയും ടേംസ്. അപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR, MSF ഇത്രയും ടേംസ് ആണ് മോണിറ്ററി പോളിസിയിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഇനി ഈ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായി നിങ്ങൾ അറിയേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ബാങ്കുകളുടെ ബാങ്കർ എന്നാണ്. നമ്മളുടെ ബാങ്കർ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്തു തരുന്നത്? നമ്മളുടെ ബാങ്കർ നമ്മൾക്ക് മണിക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ലോൺ തന്ന് സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മൾക്ക് മണി എക്സസ് ആയി നമ്മളുടെ കയ്യിൽ വരുമ്പോൾ നമ്മളുടെ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് നമ്മളുടെ ബാങ്കറിൽ. അതുപോലെ ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്കറായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ ആവശ്യം വരുന്ന വേളകളിൽ ലോൺ കൊടുക്കുകയും അത് ഷോർട്ട് ടൈം ലോൺസും കൊടുക്കാറുണ്ട്, ലോങ് ടൈം ലോൺസും കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി ഉള്ള സമയത്ത് ബാങ്കുകൾക്ക് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇതാണ് ഒരു മെയിൻ ഫംഗ്ഷൻ RBIയുടെ. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്കർ എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നതിന് ഒരു കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഷോർട്ട് ടൈം ലോൺസ് ആണ് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ ഷോർട്ട് ടൈം ലോൺസിന് RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ ഷോർട്ട് ടൈം ലോൺസിന് RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ഈ ഷോർട്ട് ടൈം ലോൺസിന് RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ അതിൻ്റെ റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സാധാരണ ബാങ്കുകളിൽ നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ് എടുക്കുന്ന ലോണിലും അത് പ്രതിഫലിക്കും. അവരും അതിനനുസരിച്ച് അവരുടെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ റിപ്പോ റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ എക്കോണമിയിലും ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിലും വളരെ വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ബാങ്കുകൾക്ക് ലോൺ RBIയിൽ നിന്ന് എടുക്കാവുന്ന പോലെ തന്നെ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി ഉള്ള സമയത്ത് ബാങ്കുകൾക്ക് RBIയിൽ ഡെപ്പോസിറ്റും ചെയ്യാം. അപ്പോൾ ബാങ്കുകൾ അവരുടെ എക്സസ് ലിക്വിഡിറ്റി RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ RBI ബാങ്കുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് നൽകും. അപ്പോൾ റിപ്പോ റേറ്റ് ബാങ്കുകൾ RBIക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ബാങ്കുകൾക്ക് RBI നൽകുന്ന ഇൻട്രസ്റ്റ് ആണ് അവരുടെ ഡെപ്പോസിറ്റിൽ. അപ്പോൾ ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് ആണ്. അത് റിപ്പോ റേറ്റ് ഷോർട്ട് ടൈം ലോൺസിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ബാങ്ക് റേറ്റ് ലോങ് ടൈം ലോൺസിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് ലോങ് ടൈം ലോൺസ് എടുത്താൽ ആ ലോങ് ടൈം ലോൺസിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI ഷോർട്ട് ടൈം ലോൺസിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ബാങ്ക് റേറ്റ് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI ലോങ് ടൈം ലോൺസ് കൊടുത്താൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ബാങ്കുകൾ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്കുകൾക്ക് RBI അങ്ങോട്ട് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി നമുക്ക് അടുത്ത ടേംസ് ആയ 2 റേഷ്യോസ്
CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിസർവ് ആണ്. ഒരു റിസർവ് എമൗണ്ട് ഇന്ത്യൻ ബാങ്കുകളെല്ലാം തന്നെ RBI സൂക്ഷിക്കണം. ആ റിസർവ് എമൗണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബാങ്കുകളുടെ കയ്യിലുള്ള ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ബാങ്കുകളുടെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ബാങ്കുകളുടെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ്സിനെയാണ് ബാങ്കുകളുടെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ഡെപ്പോസിറ്റിനെയാണ് ബാങ്കുകളുടെ സൈഡിൽ നോക്കുമ്പോൾ നമ്മളുടെ ഡെപ്പോസിറ്റ് അവർക്ക് ലയബിലിറ്റിയാണ്. അവർക്ക് രണ്ട് തരത്തിലുള്ള ലയബിലിറ്റീസ് ആണ് നമ്മളോടുള്ളത്. ഒന്ന്, നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തരേണ്ട ലയബിലിറ്റിയും, അതായത് ഡിമാൻഡ് ചെയ്യുമ്പോൾ തരേണ്ട ഡെപ്പോസിറ്റും. ഒന്ന്, ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ടേം കഴിഞ്ഞതിന് ശേഷം, ഒരു മെച്യൂരിറ്റി ടൈം ആയതിനു ശേഷം തരേണ്ട ഡെപ്പോസിറ്റ്സ്. നമ്മളൊരു ATM കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴും വിത്ഡ്രോവൽ നടത്താറുണ്ട്. അത് കറണ്ട് അക്കൗണ്ടിലും സേവിങ്സ് അക്കൗണ്ടിലുള്ള മണി മാത്രമേ അങ്ങനെ വിത്ഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കാസ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഈ രണ്ട് അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ്സ് ബാങ്കുകൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയും ബാങ്കുകൾ. അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലും റെക്കറിംഗ് ഡെപ്പോസിറ്റിലും ഉള്ള നമ്മളുടെ മണി ബാങ്കുകൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തരേണ്ടതല്ല, ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ടേം കഴിയുമ്പോൾ തരേണ്ട ടേം ഡെപ്പോസിറ്റ്സ് ആണ്. അതുകൊണ്ട് അതിന് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ടൈം ലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ബാങ്കുകളുടെ ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ടൈം ലയബിലിറ്റിയും ഡിമാൻഡ് ലയബിലിറ്റിയും ചേർന്നതാണ് ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അതിപ്പോൾ 4%. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ബാങ്കുകൾ ₹1 പോലും RBIയിൽ നിന്ന് അതിന് ഇൻട്രസ്റ്റ് ബാങ്കുകൾക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ആ എമർജൻസി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർവായിട്ട് ഇത് RBI വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് റിസർവ് റേഷ്യോയിൽ ബാങ്കുകൾക്ക് ഇത് മാൻഡേറ്ററി ആണ്. RBIയിലാണ് ഈ ഡെപ്പോസിറ്റ് സൂക്ഷിക്കേണ്ടത്. ഇതിന് ഒരു ഇൻട്രസ്റ്റും ബാങ്കുകൾക്ക് കിട്ടുന്നതല്ല. ഇനി SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി ഉറപ്പായിട്ടും ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലിക്വിഡിറ്റിയാണ്. എക്കണോമിക്സിൽ അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യാഷും ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഫോംസോ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം തന്നെ മാൻഡേറ്ററി ആയിട്ട് അവരുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ക്യാഷ് അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഫോംസ് ആയിട്ട് സൂക്ഷിക്കേണ്ട എമൗണ്ടിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളുടെ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് തടസ്സമൊന്നും കൂടാതെ നടത്തിക്കൊണ്ട് പോകാൻ അവരുടെ കയ്യിൽ വരുന്ന ഡെപ്പോസിറ്റിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അവർ കയ്യിൽ ലിക്വിഡിറ്റി ആയിട്ട് സൂക്ഷിക്കണം. അല്ലാതെ മുഴുവൻ മണിയും എടുത്ത് അവർ ബിസിനസ് ചെയ്താൽ അവർക്ക് ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം RBI കൊണ്ടുവന്നത്. ഇനി MSF അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ഇത് 2011 മുതൽ മാത്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഒരു ടേമാണ് മോണിറ്ററി പോളിസിയിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF എന്ന് പറയുന്നത്. ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്താണ് ബാങ്കുകൾക്ക് അഷ്യൂർ ചെയ്തതെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്കുകളും തമ്മിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് LAF എന്ന് പറയും. ഈ സൈമൾട്ടേനിയസ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസിന് LAF അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ LAF വിൻഡോ വഴിയാണ് ഈ ബാങ്കുകൾ RBIയും തമ്മിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ബാങ്കുകൾക്ക് ഈ LAF വിൻഡോയ്ക്ക് വെളിയിൽ അഡീഷണൽ മണിയുടെ റിക്വയർമെന്റ് ഉണ്ടായാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ചുകൂടെ ലോൺ ബാങ്കുകൾക്ക് കൊടുക്കും, വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക്. അതിന് ഓവർനൈറ്റ് ലെൻഡിങ് എന്നാണ് പറയുന്നത്. ഒരു നൈറ്റിലേക്ക് മാത്രമാണ് ആ ലെൻഡിങ്. അത് ബാങ്കുകൾക്ക് അവകാശപ്പെട്ടതല്ല, അത് RBI അഡീഷണൽ ആയിട്ട് അവർ കൊടുക്കുന്ന ഒരു ലെൻഡിങ് ആണ്. അപ്പോൾ അത് LAF വിൻഡോയ്ക്ക് വെളിയിൽ ബാങ്കുകൾക്ക് പെട്ടെന്ന് റിക്വയർമെന്റ് ഉണ്ടായാൽ ബാങ്കുകൾക്ക് RBI അപ്രോച്ച് ചെയ്യാം. അവരുടെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ്സിൻ്റെ വാല്യൂവിൻ്റെ
2% കൂടെ RBI ഒരു നൈറ്റിലേക്ക് ലെൻഡ് ചെയ്യും. അത്രയും ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് ലെൻഡ് ചെയ്യുന്നതെങ്കിലും RBI ഇതിന് ഈടാക്കുന്നത് ഒരു പീനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് ടൈം ലെൻഡിങ് ആണെങ്കിലും ഇതിൻ്റെ ഈടാക്കുന്ന റേറ്റ് റിപ്പോ റേറ്റ് അല്ല, ബാങ്ക് റേറ്റിന് ഈക്വൽ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയുടെ RBIയുടെ വായ്പാ നയത്തിൽ വരുന്ന ടേമുകൾ: റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സമയം പണപ്പെരുപ്പം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകാം. അപ്പം ഈ വിലക്കയറ്റം ആണ് നമ്മൾ മെയിൻലി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കൂടുതലായിരിക്കും. അപ്പോൾ മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്ത് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വേണമെങ്കിൽ അവർക്ക് റിപ്പോ റേറ്റ് കൂട്ടാം. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഷോർട്ട് ടൈം ലോൺസിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ബാങ്കുകൾക്ക് RBIക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കൂടുമ്പോൾ അവർ ഈ മണി നമുക്ക് ലോണായി നൽകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും അവർ സ്വാഭാവികമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവഞ്ച്വലി നമ്മളുടെ ലോൺസ് കോസ്റ്റ്ലി ആകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലോൺസ് കോസ്റ്റ്ലി ആകുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ പറയാൻ ഒരു മെത്തേഡ് അതാണ്. വേണമെങ്കിൽ RBIക്ക് ക്യാഷ് റിസർവ് റേഷ്യോ CRR ഇൻക്രീസ് ചെയ്യാം. ക്യാഷ് റിസർവ് റേഷ്യോ CRR ഇൻക്രീസ് ചെയ്താൽ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട റിസർവ് മണി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും മണി മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത് കുറയും ബാങ്കുകളുടെ കയ്യിൽ നിന്ന്. ബാങ്കുകൾ RBIയിൽ പിന്നീട് റിസർവായിട്ട് സൂക്ഷിക്കേണ്ട CRR എമൗണ്ട് കൂടുമ്പോൾ അത്രയും എമൗണ്ട് മാർക്കറ്റിലേക്ക് ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാൻ പറ്റാതാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയാൻ കാരണമാകും. അങ്ങനെ RBIക്ക് മോണിറ്ററി പൊസിഷൻ ടൈറ്റൻ ചെയ്യാനോ അല്ലെങ്കിൽ ലൂസ് ചെയ്യാനോ ഒക്കെ പറ്റും. അങ്ങനെയാണ് മോണിറ്ററി പോളിസി മുഖേന ഈ രീതിയിലൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഇൻഫ്ലേഷനും മറ്റും കൺട്രോൾ ചെയ്യുന്നത്. കൂടുതൽ ബാങ്കിങ് ടൈംസും എക്കണോമിക് ടൈംസുമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ തിരികെ വരാം. താങ്ക് യു വെരി മച്ച്.